ഇന്ത്യൻ സർക്കാർ മൊബൈൽ ഫോണുകൾ ഹാക്ക് ചെയ്യാൻ കഴിയുന്ന പെരിസ്കോപ്പ് എന്ന സ്പൈവെയർ സ്വകാര്യ കമ്പനിയായ ശക്തി സൊല്യൂഷൻസിന് കൈമാറുന്നു. ഈ സ്പൈവെയറിന്റെ സൃഷ്ടാവായ ഡാനിയൽ ജെ.പി. തന്റെ മകന്റെ കമ്പനിക്കാണ് ഇത് നൽകിയതെന്ന് മനസ്സിലാക്കുന്നു. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഡാനിയൽ നളിനിയെ കാണുകയും ശക്തി സൊല്യൂഷൻസിനെ സംശയിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അധികം വൈകാതെ നളിനി ദുരൂഹമായി കൊല്ലപ്പെടുന്നു. പിന്നാലെ ഡാനിയലിനെയും ലക്ഷ്യമാക്കുന്നു. ജീവൻ രക്ഷിക്കാൻ ഡാനിയൽ യുകെയിലേക്ക് പോവുകയും അവിടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പെരിസ്കോപ്പിനെക്കുറിച്ചുള്ള സത്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് മൈക്കിളിൽ നിന്ന് ഡാനിയലിന് ഒരു പാർസൽ ലഭിക്കുന്നു. അതിൽ ഒരു +1 വിദ്യാർത്ഥിനിയുടെ കേസും ശക്തി സൊല്യൂഷൻസിൽ ജോലി ചെയ്തിരുന്ന ജ്യോതിയെക്കുറിച്ചുള്ള വിവരങ്ങളും ഉണ്ടായിരുന്നു. ഇതിനിടെ ശക്തി സൊല്യൂഷൻസ് യുകെയിൽ നടത്തുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഡാനിയൽ സ്റ്റേജിൽ വെച്ച് കമ്പനിയെക്കുറിച്ച് സംസാരിക്കുന്നു. അതോടെ ശക്തിയുടെ ആളുകൾ ഡാനിയലിന് വിഷം നൽകി തട്ടിക്കൊണ്ടുപോകുന്നു. വിമാനത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഡാനിയൽ കടലിൽ വീഴുകയും മത്സ്യത്തൊഴിലാളികൾ രക്ഷിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഡാനിയൽ ഒരു ഓപ്പറേഷനിടെ കാല് നഷ്ടപ്പെട്ട മുൻ കേണലായ റഹീം നായിക്കിന് രഹസ്യ സന്ദേശം അയക്കുന്നു. ഇതിനിടെ മൈക്കിളും ഇവർക്കൊപ്പം ചേരുന്നു. ശക്തിയുടെ ആളുകൾ ഇവരെ പിന്തുടർന്ന് ആക്രമിച്ചെങ്കിലും അവർ രക്ഷപ്പെടുന്നു. അതിനുശേഷം മൈക്കിൾ ജെ.പിയുടെ ഫോൺ ഹാക്ക് ചെയ്ത് എല്ലാ രഹസ്യങ്ങളും ലോകത്തിനു മുന്നിൽ എത്തിക്കുന്നു. ഇതോടെ രാജ്യമൊട്ടാകെ പ്രതിഷേധങ്ങൾ ആരംഭിക്കുന്നു. കാര്യങ്ങൾ കൈവിട്ടുപോകുന്നതായി മനസ്സിലാക്കിയ ശക്തി ഇരുവരെയും രക്ഷിക്കാൻ തന്റെ പിതാവിനോട് സ്വയം വെടിവെച്ച് മരിക്കാൻ ആവശ്യപ്പെടുന്നു. അതേസമയം +1 വിദ്യാർത്ഥിനിയെ രക്ഷിക്കുന്നതിനിടെ റഹീം നായിക്ക് ഗുരുതരമായി പരിക്കേറ്റ് മരിക്കുന്നു. മരിക്കുന്നതിനു മുമ്പ് ആ പെൺകുട്ടി എവിടെയാണെന്ന് ഡാനിയലിന് അറിയിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഡാനിയലും മൈക്കിളും ചേർന്ന് ശക്തി സൊല്യൂഷൻസിന്റെ എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നു. അവസാന ഏറ്റുമുട്ടലിൽ ശക്തിയെ അവൻ തന്റെ ഇരകൾക്ക് ഉപയോഗിച്ച അതേ വിഷം ഉപയോഗിച്ച് കൊല്ലുന്നു. ഒടുവിൽ കേസ് ജയിക്കുകയും ഡാനിയലിന് ജോലി തിരികെ ലഭിക്കുകയും ചെയ്യുന്നു. രാജ്യത്തിനുവേണ്ടി ജീവൻ നൽകിയ റഹീം നായിക്കിന് അർഹിച്ച ബഹുമതിയും ലഭിക്കുകയും ചെയ്യുന്നു.